Hey guys, good morning. എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്. നിങ്ങൾ കാണുമ്പം ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് നൈറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇറ്റ്സ് എ ന്യൂ ഡേ ആൻഡ് ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ മെനി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കേണ്ട മെനി ക്രിയേറ്റേഴ്സ് ആർ കമ്മിങ് ഓൾ ടുഗദർ ഇൻ വൺ സിംഗിൾ പ്ലേസ് എൻ്റെ സ്റ്റുഡിയോയിൽ. ആൻഡ് ടുഡേ ഇസ് എ ഫസ്റ്റ് ഡേ ഓഫ് ജിയോജി ഷൂട്ട്. ഇപ്പോഴും ജിയോജി എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, നിങ്ങളെല്ലാം കല്ലിനടിയാണ് താമസിക്കുന്നത്, നിങ്ങൾ ആർ യു ലിവിങ് അണ്ടർ എ റോക്ക്? എനിവേ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ സ്റ്റുഡിയോ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് പറയാൻ കാരണം ഔട്ട് ഓഫ് ദിസ് നിത്യ, സുമേഷ് റാവു ആൻഡ് നാദർഷ ദേ കാൺ മേക്ക് ഇറ്റ്. കാരണം അവർ ഭയങ്കര ദൂരെ നിന്നാണ്. നിത്യ ഫ്രം ബാംഗ്ലൂർ, അതുപോലെ എല്ലാവരും ഈ പറഞ്ഞ ബാക്കി എല്ലാവരും ഇച്ചിരി ദൂരെ നിന്നാണ്. സോ ദേ ആർ നോട്ട് ഏബിൾ ടു കം ഹിയർ ഫോർ ദിസ് ഷൂട്ട്. പക്ഷെ കുഴപ്പമില്ല, ബാക്കി 7 പേര് ഇവിടെ കാണും. ആൻഡ് ഈ 7 പേരുടെ ദ ബെസ്റ്റ് തിങ് ഈസ് വിജോ ചേട്ടൻ, ഹി ഈസ് കമ്മിങ് ഓൾ ദ വേ ഫ്രം ദുബായ്. I mean, not for this thing. എങ്ങനെ കോയിൻസിഡൻ്റലി ഹി വാസ് ഹിയർ അറ്റ് ദ റൈറ്റ് ടൈം. അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റി. പുള്ളിയുടെ ഷോർട്സ് നമുക്ക് അവിടെ തന്നെ കവർ ചെയ്യാൻ പറ്റും. ദാറ്റ് വാസ് സംതിങ് വിച്ച് ഇസ് റിയലി ഗുഡ്. അത് എക്സ്പെക്ട് ചെയ്തേയില്ല, കാരണം അത്രയും ദൂരം ഒരാൾ കിട്ടുമെന്ന്. അതുകൊണ്ട് എന്തായാലും വിജയ് ചേട്ടനും വരുന്നുണ്ട്. ബാക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ കാണും. ആൻഡ് ഇതിനു വേണ്ടി നമ്മളൊരു ഫോട്ടോഗ്രാഫറിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറും ഉണ്ട്, ആക്ച്വലി വീഡിയോഗ്രാഫറും ഉണ്ട്. സോ ഇവർ രണ്ട് ഹയർ ചെയ്തിട്ട് നമ്മളൊരു കംപ്ലീറ്റ് ഷൂട്ടാണ് പ്ലാൻ ചെയ്തത് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടുള്ളത് നമ്മുടെ പ്രൊഫൈലിൽ കിടക്കുന്നത്. പിന്നെ ഇന്ന് വരാൻ പോകുന്ന എല്ലാവരും ഒറ്റ ടൈമിലല്ല വരുന്നത്, എല്ലാവരും ഡിഫറെന്റ് ടൈമിലാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വന്ന് പിടിച്ചിരുത്തുവാണെങ്കിൽ ഒരാൾ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും വായി നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വി അലോട്ടഡ് ഈച്ച് സ്ലോട്ട് ഫോർ ഈച്ച് പേഴ്സൺ. അതാകുമ്പോൾ അവർ ആ സമയത്ത് വരുവാണെങ്കിൽ അതനുസരിച്ച് ഷൂട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഒരു 1.5 മണിക്കൂറിന്റെ ഗ്യാപ്പ് വെച്ച് ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്. സോ അവരെല്ലാം ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും സമയം പറയും ഇപ്പോൾ റെഡി ആയിട്ട് പെട്ടെന്ന് ഓടിപ്പോട്ടെ. കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇന്നിപ്പം സമയമില്ലാത്തതുകൊണ്ട് ഒരു റെയർ ഒക്കേഷൻ നടക്കാൻ പോവാണ്, വിച്ച് ഈസ് മീ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അത് യൂഷ്വലി എപ്പോഴും കഴിക്കാറില്ല. ഈ പാലേ ഉള്ളൂ, മറ്റേ എന്തി ഞാനൊരു സ്കിംഡ് മിൽക്ക് മേടിച്ച് വെച്ചായിരുന്നു. സ്കിംഡ് മിൽക്ക് എന്ന് പറയുമ്പം കുറച്ചുകൂടെ ലെസ് ഫാറ്റ് ആയിരിക്കും ബേസിക്കലി. അത്രയും കാണുന്നില്ല, സമയമാകുമ്പോൾ ഒരു സാധനവും ഇല്ല. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാലൊഴിക്കും ആൻഡ് കുറച്ച് ലേശം ഓട്സ്. പിന്നെ ഓട്സാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓട്സ് മാത്രമല്ല, ഓട്സിനൂടെ കുറച്ച് പ്രോട്ടീൻ ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ജിയോജി തുടങ്ങി പിന്നെ മൊത്തം ഓട്ടമാണ്, അതുകൊണ്ട് ഒന്ന് പ്രോട്ടീനോടെ ഫില്ല് ചെയ്യണം ഒരു ഇടയ്ക്കിടയ്ക്ക്. സോ വാട്ട് ഐ എം യൂസിങ് ഇസ് നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ ഈ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് പുതിയതായിട്ട് മേടിച്ച ഗോൾഡ് മോങ് ഫ്രൂട്ട് സ്വീറ്റ് ആൻഡ് ചോക്ലേറ്റ് ഹേസൽനട്ട്, വിച്ച് ഇസ് ഗുഡ്. എനിക്ക് ഒത്തിരി മധുരം ഇഷ്ടമല്ല ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് വൺ മോർ ഫ്ലേവർ, അത് തീർന്നു പോയി. അതിനകത്ത് ഒട്ടും തന്നെ മധുരമില്ലായിരുന്നു, പക്ഷേ ഇത് ഇച്ചിരി മധുരമുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കട്ടെ. ഓട്സ് റെഡി ആയിട്ടുണ്ട്. നൗ ഈ സാധനം ഇട്ടാൽ സംഭവം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഷേക്കറിനകത്ത് ഇട്ട് കലക്കി ആണ് ഇങ്ങോട്ട് ഒഴിക്കാറുള്ളത്. ഇപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത് പെട്ടെന്ന് ഓടുക. സോ 1 സ്കൂപ്പ് വേണ്ടിയിട്ടുണ്ട്. അപ്പം ഈ സാധനം മേടിക്കണമെങ്കിൽ മസിൽ ബ്ലേസ് സൈറ്റിൽ പോവുക. ഇത് മാത്രമല്ല, എന്ത് സാധനം മേടിക്കാം മസിൽ ബ്ലേസ് സൈറ്റിൽ പോയിട്ട് യു ക്യാൻ യൂസ് മൈ കൂപ്പൺ കോഡ് NIPPON MB. നല്ല എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. ആർക്കാണ് ഡിസ്കൗണ്ട് ഇഷ്ടമല്ലാത്തത്? സോ ദിസ് ഈസ് അവർ ഷൂട്ട് ഡേ. ഇപ്പോൾ നിങ്ങൾ കണ്ടപോലെ തന്നെ പല ആൾക്കാർ റീൽ കണ്ടു കാണും. അതൊക്കെ ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്നാണ്. ഇന്ന് ഷൂട്ടിൻ്റെ സാധനമാണ് നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗോഡ്സ് ഓൺ ഗെയിംസ് എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ. സോ ഇന്നിപ്പോൾ എന്നോടുള്ളത് she's here and Beager is here. So ഇവരിലേക്ക് ഇൻഡിവിജ്വൽ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റ്സ് പെയ്യെ കാണിച്ചു തരാം. ഇനി കുറച്ച് ആൾക്കാർ വരാനുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ശരി. സോ ബീഗറിനവിടെ വന്നത് ഒരു ഗത പോലത്തെ സാധനം കൊണ്ടാണ്. ഞാൻ ഉടനെ അവിടെ നിന്ന് എല്ലാത്തിനും ഒരു ചലഞ്ച് കൊടുത്തു ഈ സാധനം വെച്ചിട്ട്. ഇങ്ങോട്ട് ഫുൾ കൈകൊണ്ട് പിടിച്ചിട്ട് നേരെ താഴ്ത്തി പോകാൻ ആർക്കും പറ്റും. സോ കുറച്ചുകൂടെ ഹാർഡാക്കാൻ വേണ്ടി കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാൻ പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വന്നിട്ട് അവസാനം ആർക്കും പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്ത് കാണിച്ചു. ഷോർട്ട് ടൈം. ഫേസ് കാണാമോ? വേറെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ എക്സ്ട്രാ?
ഇതല്ലാതെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് റെഡി 3, 2, 1 0. അതിനിടയ്ക്ക് അനദർ ഗസ്റ്റ് കെയിം. ഹീസ് എ വെൽ നോൺ ഫിറ്റ്നസ് കോച്ച്. ഈ ആട് ജീവിതത്തിൽ പൃഥ്വിരാജൻ ട്രാൻസ്ഫോർമേഷന് പുറകിലുള്ള ഒറ്റൊരു വ്യക്തിയാണ് വൺ ആൻഡ് ഓൺലി അജിത് ബാബു. വന്ന് എല്ലാവരെയും കണ്ടു കഴിഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഈ GOG എന്ന് പറഞ്ഞ ഇവന്റ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. മോർണിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കറ്റ് ഹോൾ എടുത്തിട്ട് ഒരു 10 people വിൽ ബി ഓൺ ദ സ്റ്റേജ്. 10 എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ നമ്മളവിടെ ഇരുന്നിട്ട് ഹൗ ഒരു പേഴ്സണൽ ട്രെയിനർ ആവാം, വാട്ട് ആർ ദ കരിയർ ഓപ്ഷൻസ് ഇൻ ഫിറ്റ്നസ്, ഹൗ ടു ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡ്, ഒരു നല്ലൊരു സക്സസ്ഫുൾ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കും. നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് ഓഡിയൻസ് ക്യാൻ ഗെറ്റ് ടു ഇന്ററാക്ട് വിത്ത് us, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു എക്സ്ക്ലൂസീവ് മീറ്റ് ആൻഡ് ഗ്രീറ്റും കൊടുക്കും. ദേ ക്യാൻ ലൈക്ക് ഇൻ പേഴ്സൺ നമ്മളോട് സംസാരിക്കാനും പറ്റും ആഫ്റ്റർ ദിസ് ടോക്ക് തിങ്. അപ്പം അത് ഒരു 3-4 hours കൊണ്ട് നമ്മൾ തീർക്കും. ഞാൻ ഒരു 100 പേരോട് ഈ പരിപാടി പറഞ്ഞ് മടുത്തു. സോ ഇപ്പം ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ അസിസ്റ്റൻസിനെ വിടും. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുക, എന്താണ് പരിപാടി, എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഒരാൾ വന്നിട്ടുണ്ട്, ആരെന്ന് കാണിച്ചു തരാം. യെസ്, ഹൗ ഡു യു ഡു? I am doing good. വരൂ. ഇവിടെ ഹായ് പറ. ആ പറഞ്ഞു. ഓക്കെ, ഇനി പോയിക്കോ. ഹായ് ചേട്ടൻ. ഈ ബാഗ് മാറ്റ്. ഓക്കെ, സോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ബ്രീഫിങ് എവരിവൺ അറ്റ് വൺസ്, അല്ലെങ്കിൽ ഓരോരുത്തർ വരുമ്പം പിന്നെ ബ്രീഫ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഷൂട്ടുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഇൻഡിവിജ്വൽ ടോക്കിംഗ് സെഷൻ ഉണ്ട്. ജസ്റ്റ് 2 വാക്കേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പം പേജ് കണ്ടു കാണുക. കാരണം ഈ വ്ലോഗ് ഞാൻ ഇടുന്നത് ആഫ്റ്റർ ദീസ് പോസ്റ്റ് ഹാവ് കം ഓൺലൈൻ ആണ്. അത് ഇപ്പോഴല്ല, എന്തായാലും അതിപ്പോൾ ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. നമ്മളിത് ഷൂട്ട് ചെയ്ത് കഴിയും. ആൻഡ് ജസ്റ്റ് ഹാവ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഇത് വലിയൊരു ഇവൻ്റ് ആണ്. കാരണം ഇത്രയും പേര് ഒരുമിച്ച് വരുന്നത്. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇതിൻ്റെ താഴോട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരാൻ പോവാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, കേരളത്തിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന പേരൊക്കെ ആലോചിച്ചോ. ഈ ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയിലുള്ള അവിടെ എല്ലാവരും കാണും. ദാറ്റ് ഈസ് മൈ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും അവിടെ കാണുക. അവിടെ വന്നിട്ടുണ്ട്. Please come inside. Oh my god, what's happening? കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. ഇന്നലെ കണ്ട സ്ഥലമായിട്ട് തോന്നില്ലല്ലേ? You have to find some space to sit, okay? Okay ആണോ? ഈവനിങ് ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ടേഫ് മൊത്തം കൺവേർട്ട് ചെയ്യും. ജിം ഷാർക്കൊക്കെ പുറത്ത് ഒരു ഇവന്റ് നടത്താറുണ്ട്. ഒരു ഫുൾ ഏരിയ എടുത്തിട്ട് കുറേ എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ടിട്ട് അവിടെ. പക്ഷെ അതൊരു കോമ്പറ്റീഷൻ അങ്ങനത്തെ ലെവലല്ലേ. നമ്മൾ അങ്ങനെ ഞാൻ പറയാം, ഇപ്പം ആ പാനൽ ഡിസ്കഷനിൽ 10 ഇൻഫ്ലുവൻസേഴ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 10 ക്രിയേറ്റേഴ്സിനെ വെക്കുന്നുള്ളൂ. പക്ഷേ ഈവനിങ് വരുമ്പോഴത്തേക്ക് ദർ വിൽ ബി 30 ക്രിയേറ്റേഴ്സ്. അത്യാവശ്യം ബിഗിനേഴ്സ് ആയാലും ഇന്റർമീഡിയറ്റ് നിൽക്കുന്ന എല്ലാവരെയും കൊണ്ടുവരും. നമ്മൾ 30 ക്രിയേറ്റേഴ്സ് കാണും. ഈ 30 ക്രിയേറ്റേഴ്സിനെ വർക്കൗട്ട് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും ചില്ല് ചെയ്യാനും വൈബ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഓഡിയൻസിനും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഒരു ഫുൾ ടോപ്പ് നമ്മൾ കൺവേർട്ട് ചെയ്യും into ഒരു മെയ് 10 ഒരു ഫിറ്റ്നസ് ഫെസ്റ്റിവൽ. അവിടെ കഫേസ് കാണും, പിന്നെ റെഡ് ബുള്ള്, മസിൽ ബ്ലേസ്, അങ്ങനെ എല്ലാ ബ്രാൻഡ്സ് ആൻഡ് സ്റ്റോൾ കാണും. അങ്ങനത്തെ ഒരു സെഷൻ, ഒരു ഓൾ ഇൻ വൺ സ്റ്റോപ്പ് ഫിറ്റ്നസ് ഇവന്റ്. As you can see, ഇപ്പം ഞാൻ ഓരോരുത്തർക്ക് പണി കൊടുത്ത് കഷ്ടപ്പെട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഓടി നടക്കണമെന്നല്ല, ഡയറക്ഷൻ. അത് പറ. അതെ, ഇല്ല, I am pleasured. It's my pleasure. It's pleasure to be a part of this event. Thank you. ഇത് നമ്മുടെ നെക്സ്റ്റ് ഫുഡ്. ഒരു 10 ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എല്ലാവരും കഴിക്കാൻ പോകുന്നത്. ഹെൽത്തി ഈറ്റിംഗ് ഒക്കെ ഇത് മാറ്റി വെക്കും എല്ലാവരുടെയും. വാ, അത്യാവശ്യം ബ്രീഫിങ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകും. ഓക്കെ, എപ്പോഴും ഉള്ളതായിരുന്നല്ലോ, അത് കുഴപ്പമില്ല. വരുക, എല്ലാരും കാണാം. സോറി, നമ്മൾ പ്രതീക്ഷ എല്ലാവരും ഇന്നിവിടെ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ബിജു ചേട്ടൻ. അപ്പോൾ ഇനിയും നമ്മൾ പ്ലാൻ ചെയ്ത ഷൂട്ടെല്ലാം ഒന്ന് തീർത്ത് വൈൻഡപ്പ് ചെയ്ത് ചടപടയിൽ എല്ലാവരും പാക്കപ്പ് പറയണം. ബാ,
കോഫി ആഡോ കോഫി അഡിക്റ്റ്. പോവുകയാണ്. സോ ഊബറിനോട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് അല്ല 7:30. വി സ്റ്റാർട്ടഡ് അറ്റ് 9 മണിക്ക്. 9 മണിയല്ല, നമ്മൾ 9 മണിയോട് വന്നതാണ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. പിന്നെയും പോയി, പിന്നെ വന്നു. ആൻഡ് ഇപ്പം 7:30. സോ എന്താണ്, നമുക്ക് എല്ലാവരെയും വിളിച്ചു, എല്ലാവരെയും ഇൻഡിവിജ്വൽ ഷോട്ട്സ് എടുത്തു, കളക്റ്റീവ് ഷോട്ട്സ് എടുത്തു. ഓൾമോസ്റ്റ് എല്ലാം പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം. ബാ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എൻ്റെ പണി കൊടുത്ത് പണിയൊക്കെ വൃത്തിച്ചിട്ടുണ്ട്. ഹാപ്പി. പണി കൊടുത്ത് നല്ല പണി വൃത്തിച്ചിട്ടുണ്ടെന്ന്. അതൊക്കെ എന്താ ചെയ്യാനാ, പ്രൊഫഷണലിസം ഇസ് മൈ DOP ഫുൾ ഡയറക്ഷൻ ആയിരുന്നു. ഡയറക്ഷൻ DOP പറഞ്ഞല്ലേ? അല്ല, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. DOP വീഡിയോഗ്രാഫി ആ സാധനം മൊത്തം വൃത്തിച്ചിട്ടുണ്ട്. ഇനിയും അഭിപ്രായം പറ. എന്ത് കഷ്ടം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. എക്സ്പീരിയൻസ് വളരെ അടിപൊളി എക്സ്പീരിയൻസ്. സംഭവം ഞാൻ അത് സ്റ്റീം ബാത്ത് അടിച്ചോളുണ്ടായിരുന്നു. സംഭവം അതൊന്നുമല്ല, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കണ്ട കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലായിടത്തും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഈ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അല്ല അത് പറയാണ്. അപ്പം അങ്ങനെ കുറേ ആളുകളെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ ലൈക്ക് ഞാനും ഇവരിൽ ഒരാളായിട്ട് ഇവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചപ്പോൾ ഐ വാസ് സോ ഹാപ്പി. പിന്നെ നിപ്പുണിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ലൈക്ക് കേരളത്തിലെ ഓരോ ഫിറ്റ്നസ് അത്ലീറ്റ്സിനും വളരെ സുപരിചിതനായിട്ടുള്ള നിപ്പുൺ ഫിറ്റ്നസ്. സോ അപ്പം അതാണ് ലൈക്ക്. പിന്നെ എപ്പോഴും പറയാറുണ്ട്, എവിടെയും പറയാറുണ്ട്, നിപ്പുണ്ടെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ് നമ്മളും വീഡിയോ ചെയ്തു തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പം ഇപ്പോഴും എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്, നിപ്പുണ്ണിന്റെ ട്രാൻസ്ഫോർമേഷനിൽ വന്നൊരു കമന്റ് ഇട്ടായിരുന്നു. ലൈക്ക് അങ്ങനെയാണ് ഞാൻ ലൈക്ക് എന്താ നമ്മുടെ വീഡിയോ ഒക്കെ ഇവരൊക്കെ കാണുന്നുണ്ട്, ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ഒക്കെ ചെയ്തു. പിന്നെ ഇപ്പം നല്ല കമ്പനിയാണ്. സോ ഹാപ്പി. പിന്നെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ May 10th സംഭവിക്കുന്ന പരിപാടി കേരളത്തില്, ഇന്ത്യയിൽ തന്നെ നമ്മളെ ബെഞ്ച് മാർക്ക് വെച്ചേക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു പേഴ്സണൽ ഗ്യാതറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി, എല്ലാ രീതിയിലുള്ള ഫിറ്റ്നസ് കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് വരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ. ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി മാത്രം ഇവിടെ ഒതുങ്ങണ്ട. ഈ പറഞ്ഞ പോലെ ഞാൻ ഫുഡ് ബ്ലോഗറാണ്, എന്നാലും ഞാൻ പക്ഷേ ഇവൻ ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പൊ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് ആണ്. ജിമ്മിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഫിറ്റ്നസിന് ഇഷ്ടമാണോ, അത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. പോയില്ലെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് അതെ, ലൈക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. ലൈക്ക് നമ്മൾ കാണുന്നവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം, ഇവരെന്തൊക്കെയാ ചെയ്തത് ഇങ്ങനെയൊക്കെ ആവാൻ എന്നുള്ളത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, അറിയണം എന്നുണ്ടെങ്കിൽ ഡു കം ഓൺ May 10th. ബി ദേർ. മാസീവ് തിങ്, മാസീവ്. അതെ, വന്നു കഴിഞ്ഞിട്ട് അയ്യേ ഇവന്മാർ ഇതാണോ കാണിച്ചു വെച്ചേക്കണേന്ന് ചോദിക്കൂല, അയ്യോ ഇവന്മാർ ഇതൊക്കെ കാണിച്ചോ എന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരാൾക്ക് ഇന്റിമിഡേറ്റ് ആവേണ്ട ഒരു സ്പേസ് ആയിരിക്കില്ല അത്. പകരം മോട്ടിവേറ്റിങ്ങും കുറച്ചും കൂടി ഒരു എന്താ പറയാ, ഒരു സെൽഫായിട്ട് എൻകറേജിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും ഞങ്ങൾ അവിടെ ഒരുക്കുന്നത്. ഞങ്ങളല്ല, ഇവര്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആയിരിക്കും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ അപ്കമിങ് ഇയേഴ്സിൽ നിങ്ങളായിരിക്കാം ഇതിന്റെ ഫേസ്. ലൈക്ക് നിങ്ങൾ കാണുന്നവരും വരുന്നവരിൽ ഒരാളായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത്. അത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം ഞാൻ എന്തായിരുന്നു, ഈ വർഷം ഞാൻ എന്താണ് എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പം ഇതെല്ലാം പ്രോബബിലിറ്റി ആണ്. വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, അടിപൊളിയാവാം. Now, നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിപ്പയർ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഫോർ അതർ ക്രിയേറ്റേഴ്സ് ഹു ആർ കമ്മിങ് ഫോർ GOG. അതിൻ്റെ പണിയിലാണ് ഞാനിപ്പം. ഫാസ്റ്റ് ഫോർവേഡ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ സെറ്റപ്പ് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, വി ആർ സെൻഡിങ് സം ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. സോ നമുക്ക് ടോപ്പ് 10 കൂടാതെ വേറെയും കുറേ ആൾക്കാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ്.
വെൽക്കം ടു സോ യു ആർ ഇൻവൈറ്റഡ് ടു കേരളാസ് ബിഗ്ഗസ്റ്റ് ഫിറ്റ്നസ് ഫെസ്റ്റിവൽ GOG. എൻ്റെ ബാക്കിൽ ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമുണ്ട്. സോ ഇറ്റ്സ് എ പേഴ്സണൽ ഇൻവിറ്റേഷൻ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റിനെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് ഹാമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുക പറഞ്ഞാൽ നമ്മുടെ ഡോണേജിൻ്റെ എക്സ്ക്ലൂസീവ് മേർച്ച് ഉണ്ട്. പിന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്. രണ്ടെണ്ണം പോകുന്നുണ്ട്. പിന്നെ മസിൽ ബ്ലേസിൻ്റെ ഒരു സാഷേ, ഇത് ഫുൾ മസിൽ ബ്ലേസ് കോണ്ടർ കേട്ടോ, സപ്ലിമെൻറ്റ് കോണ്ടർ എന്ന് പറയും ഞാൻ. പിന്നെ ഒരു ഹോൾ ട്രൂത്തിൻ്റെ ബാറുണ്ട്. ഇത് രണ്ടും ചിക്ക് വെക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ഇവിടെ വെച്ചാൽ ഗിഫ്റ്റ് ഹാമ്പർ റെഡി. ഇതാണ് പരിപാടി നമ്മൾ. സോ ഇതിപ്പം ഇനി നമുക്ക് ഓൾമോസ്റ്റ് 20 പേര് നമ്മൾ എക്സ്ട്രാ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ്. അപ്പോൾ അവരെല്ലാം വരാൻ വേണ്ടി നമ്മൾ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുവാണ്. സോ ഇങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് വരാൻ നമ്മൾ പറയുന്നു. ഇത് ഞാൻ പറഞ്ഞത് യു നീഡ് ടു ബി ഹിയർ ബിക്കോസ് ഇത്രയും വലിയൊരു ഫിറ്റ്നസ് ഫെസ്റ്റിവൽ നടക്കുമ്പം ഇത്രയും ക്രിയേറ്റേഴ്സ് വരുന്നു, ഇത്രയും നോയ്സ് ഉണ്ട്, യു ക്യാൻ ലേൺ, യു ക്യാൻ ഇൻട്രാക്ട്, ഇത്രയും എല്ലാം നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ GOG. സോ ഐ റിക്വസ്റ്റ് യു ടു നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പം എല്ലാവരുടെ സൈസും കാര്യങ്ങളെല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട്. ഇത് ഇനി പടയെ ഞങ്ങൾ അയച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ ബാക്കി പണി ചെയ്യാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ആളുടെയും ബുക്ക് ചെയ്തു, പേയ്മെൻറ്റും കഴിഞ്ഞു. ഇനി ഇതെല്ലാം 1 മണിക്കൂറാകുമ്പോഴത്തേക്ക് കളക്ട് ചെയ്യാൻ വരും. ഒരു ഫണ്ണി പാട്ടുണ്ട്, അത് പറയാം. സംഭവം പറഞ്ഞാൽ നമ്മുടെ കൂടെ അഭിരാം എന്ന് പറഞ്ഞ കോച്ച് പൊട്ടേറ്റ് എന്ന് പറഞ്ഞ ആളുണ്ട്. ആദ്യം മുതലേ നമ്മുടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ കൂടെ നിൽപ്പുണ്ട്. അപ്പം അവൻ അറിയത്തില്ല ഗസ്റ്റ് ലിസ്റ്റിൽ അവനെ പെടുത്തിയിട്ടുണ്ടെന്ന്. സോ നമ്മളിതുപോലെ ഒരു ഹാമ്പർ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അവനോട് അടുത്ത് താമസിക്കുന്നത്. അപ്പം സ്വിഗ്ഗി വഴി അവൻ അയച്ചു കൊടുക്കും. ഓൾസോ അവൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കാണിച്ചുതരാം. നമുക്ക് ഗസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. ഇത് മാത്രമല്ല, ഗസ്റ്റ് ഇങ്ങനെ ഒരു 20 മേളിൽ ആൾക്കാർ നമ്മൾ എടുക്കുന്നുണ്ട് ഗസ്റ്റായിട്ട്. അപ്പോൾ അതിനകത്ത് ഒരാളാണ് ഇവൻ. പക്ഷേ ഇവൻ ഗസ്റ്റാണെന്ന് അവനറിയത്തില്ല. അതാണ് ഫണ്ണി പാർട്ട്. അവൻ നമ്മൾ ഇൻഡിവിജ്വൽ പോസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പോസ്റ്റർ ഉണ്ടെന്നോ ഗസ്റ്റ് ആണെന്നോ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഹാമ്പർ അയച്ചു കൊടുക്കും. അവനറിയാം നമ്മൾ ബാക്കിയുള്ള ഗസ്റ്റുകൾക്കെല്ലാം ഹാമ്പർ അയച്ചു കൊടുക്കണമെന്ന് അറിയാം. സോ അവൻ ഹാമ്പർ പോകുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ അവന് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യം ഹാമ്പർ ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് ഇന്ന് പോസ്റ്റ് ഇടുമ്പം മിക്കവാറും പോസ്റ്റ് ഇട്ടിട്ടായിരിക്കും ഹാമ്പർ അയച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ ഞെട്ടുമല്ലോ, പോസ്റ്റ് കാണും അവൻ്റെ ഹാമ്പർ എത്തും, ആ രീതിയല്ല. സോ അങ്ങനത്തെ ഒരു ഫണ്ണി സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫണ്ണിയൊന്നുമല്ല. സോ ഹീ ഈസ് ഓൾസോ എൻ ഇൻഫ്ലുവൻസർ. ഒരു 10-30K ഉണ്ട്. അപ്പം ഹി ഹാസ് ടു ബി ദെയർ. അവൻ ഇതിനുവേണ്ടി വർക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹീസ് ഇൻക്ലൂഡഡ്. അപ്പം ഇതായിരുന്നു നെക്സ്റ്റ് തിങ്. അപ്പോൾ ഇനിയിപ്പോൾ ആൾ വരും ഇത് മൊത്തം കളക്ട് ചെയ്യാൻ വേണ്ടി. 10-20 ബോക്സ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ബോക്സ് കാണിക്കാൻ മുന്നാട് ഒരു സാധനമുണ്ട്. ഇവിടെ കുറേ നേരമായി എന്ത് കാണിക്കുന്നേ. ഒരു കുറേ കവറും കിട്ടി, അതിനുള്ള ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സാധനം അറിയാമെന്ന് എനിക്കറിയത്തില്ല. ദിസ് ഇസ് കിവി. ആദ്യത്തെ എൻ്റെ വ്ളോഗിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുട്ടാപ്പിയായിട്ടൊരു സാധനം, ചെറിയ സാധനമായിരുന്നു. ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 3 വയസ്സായി. 3 വർഷമായി ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട്. ഓഹോയ് പറയേ. ഞാൻ ബോക്സ് ആൾ വരുമ്പോൾ കാണിച്ചു തരാം. 10-16 പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ആൾക്കാർക്ക് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് അവർ കൊച്ചി തന്നെയുള്ള ആൾക്കാരാണ്. ഇപ്പം ഡെലിവറി ആൾക്കാർ താഴെ വന്നിരിക്കുകയാണ്. ഞാനൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 25 മിനിറ്റായി. പെട്ടെന്ന് ഇത് കൊടുത്തിട്ട് വരാം. അപ്പോൾ പോയിട്ട് വരാം. അവിടെ നിൽക്കി വളരെ ലേറ്റായി. ഓടിക്കോ. ചെരുപ്പ് വിടാൻ സമയമില്ല. അല്ലേ അതെന്താ? സോ ഓടി നമുക്ക് മനസ്സിലായത് മൈക്ക് കണ്ടിട്ടല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ചെരുപ്പൊന്നും ഇല്ലാതെ വന്നേക്കാന്ന്. ഓൾറെഡി ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. കുറേ നേരം പോസ്റ്റ് കൊടുക്കുന്നത്, 1 മണിക്കൂറായി. അതാണ് സാധനങ്ങൾ മൊത്തം. സോ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്കല്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവർ സഹായത്താൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ എത്ര എഫർട്ടിലുണ്ടെന്ന് ചോദിക്കണം. സോ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഫ് യു ടു സമ്മൺ ഹൂസ് റിസീവിങ് ദിസ്, അത്രയും എൻ്റെ എഫേർട്ടിൻ്റെ ഭാഗമാണ് ഇതോടെ എത്തിയത് കേട്ടോ. അത്ര സ്പെഷ്യലാണ് നിങ്ങൾ. പാപ്പാ ലോഡിങ് അൺലോഡിങ് ആൾക്കാരാ. ഹായ് ഗൈസ്. ലോബി പറഞ്ഞേ
അവരോട് ഞാൻ ലോബിയിൽ നിൽക്കാൻ പറഞ്ഞു. അവരേതാണ്ട് അവിടെ പോയി നിൽക്കുക. പിന്നെ ഈ പുള്ളിയാണ് പുള്ളി ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകണം ഇത്രയും ബോക്സ്. അവർ വരുന്നതാണ് വണ്ടി കൊണ്ട് വരും. അതെ ഓക്കെയാ പുള്ളിക്കാന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. കറക്റ്റ് ബോക്സ് അല്ലേ നമ്പർ 1 2 3 4 1 2 3 4 8 അവിടെ എത്ര ഉണ്ട്? 5. അപ്പം 5 അതെ കണക്ക് പറയത്തില്ല 13 അല്ലേ? ശരിയാണോ? മുറി 5 ഉണ്ടോ? 18. ബാക്കി ഒരെണ്ണം എന്തി? ആ ഉള്ള കയറ്റി വിടാം. അപ്പം എവിടെ ഒരെണ്ണം കാണുന്നില്ലല്ലോ. ബെസ്റ്റ് ഒരെണ്ണം മിസ്സായിപ്പോയി. അതിന് പിന്നെ സെറ്റ് ചെയ്യാം. സോറി ആദിൽ ഇഫ് യു ആർ സീയിങ് ദിസ്. ഓക്കെ അല്ലേ? ശരി. അല്ല അത് ആണോ? അല്ല പാക്ക് വെച്ചേക്കോന്നു എഴുതി വെച്ചോ. എഴുതിയില്ലല്ലോ. ചേട്ടാ ഒരു പാക്ക് എടുത്ത് വന്നോട്ടെ. ഇപ്പം വരാം. എടുത്തോണ്ട് ഓടിയോ. അവരോട് വെയിറ്റ് ചെയ്യാൻ പിന്നെയും പറഞ്ഞു 5 മിനിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്യാൻ പോവാ. അപ്പോൾ അത് കാരണം അവൻ എടുക്കാൻ പോയിട്ടുണ്ട്. എടുത്തിട്ട് ഇതിലൂടെ കയറ്റി അങ്ങ് വിടും. അപ്പോൾ അതിൽ സോറി ഞാൻ പറയുന്നില്ല. യു ആർ ഗെറ്റിംഗ് ദിസ് ഹാമ്പർ. സോ അവസാനം ബോക്സും കയറ്റി വിട്ടു. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പെൻഡിങ് ആയിട്ടൊന്നുമില്ല. ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഐശ്വര്യ, ഓഷോ, പിന്നെ അഭിരാം, പിന്നെ വേറെ നോറ, ആദർശ് 5 ഇല്ലേ? ഈ 5 പേരുടെ നമുക്കിനി ഡയറക്റ്റ്ലി കൊണ്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ പ്ലാൻ. സോ ദാറ്റ് ബ്രിങ്സ് ടു ദ എൻഡ് ഓഫ് ദിസ് ഗിഫ്റ്റ് ഹാമ്പർ തിങ്. ഷൂട്ട് കഴിഞ്ഞു, ഗിഫ്റ്റ് ഹാമ്പർ കഴിഞ്ഞു. ഇതിന് കുറേ സ്റ്റെപ്സ് ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായി. ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പണിയെടുത്ത് മടുത്തു. എല്ലാ ദിവസവും എന്തെങ്കിലും ഇരുന്ന് കാണും. ഒന്നെങ്കിൽ ഹലോ അവിടെ ഇട്ടിട്ട് പോയാൽ ദേശോ. എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നേ? ഇതെന്തുവാ ഇതെന്തുവാ മനസ്സിലായില്ല. കൊണ്ടുപോകാനുള്ള പ്രതിഷേധമാണ്. സോ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് പറഞ്ഞുതരാം. ഇനിയും ഇത് മാത്രമല്ല, വി ഹാവ് മോർ തിങ്സ് ടു ഡു. ഗിഫ്റ്റ് ഹാമ്പർ അയച്ചതേ ഉള്ളൂ. ഇനി കുറേ സ്റ്റോൾസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അടങ്ങിയിരടി. അപ്പോൾ ഈ സ്റ്റോൾസ് ഓരോരുത്തരോട് മീറ്റ് ചെയ്യണം, സംസാരിക്കണം, ടേംസും കണ്ടീഷൻസും സംസാരിക്കണം. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതെല്ലാം പറ്റുന്ന അത്രയും ഡോക്യുമെൻ്റ് കാണിക്കാം. അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത് ബി ദർ അറ്റ് GOG. പോട്ടെ, ഓൾറെഡി ലേറ്റായി. അമ്മ 2 രൂപ നിൽപ്പുണ്ട്. ചെറിയേക്കാം സാധനം വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സർപ്രൈസ്. എല്ലാ ദിവസവും കഥ തുറക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും വെച്ചിരിക്കും. ഫ്രം പ്രോ കാലറീസ്. ഇന്നത്തെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് വന്നിട്ട് നോക്കാം, സമയമില്ല. ബൈ. അപ്പോൾ എന്തായാലും ഞാൻ ഓടിപ്പോട്ടെ, അല്ലെങ്കിൽ തെറി കേൾക്കാം. അരമണിക്കൂർ അമ്മ വന്ന് നിൽക്കുക. അത് തുറന്നിട്ടില്ല, നമ്മുടെ സ്റ്റുഡിയോ അടച്ചിട്ടേക്കുക. ഇതാണ് ഇന്നത്തെ സ്നാക്ക്. ബിക്കോസ് ഐ ഓൺലി ഹാഡ് 1 മീൽ. ഇതാണ് കഴിക്കാൻ പോകുന്നത് തന്നെയാണ്. നമ്മുടെ സ്ഥലത്താറായി. ആൻഡ് ഐ ഗസ് ഇവന്മാരെ ഓൾറെഡി ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓൾറെഡി ഉണ്ട്. എന്തുവാന്ന് ഇമ്മ കൊണ്ട് വെച്ചേക്കുന്നത്? സ്കൂട്ടർ എടുത്ത് മാട്ടാ. എന്താ കാണിക്കുന്നത്? അതെന്താ കാണിക്കുന്നത്? വണ്ടി പവർ പ്രൂവ് ചെയ്ത മാറ്റിയോ? വ്ലോഗിംഗ് ക്യാമറ. ഓ നൈസ്. താങ്ക് യു. എന്താണ് ഡെയിലി വ്ലോഗ്സ് ആണോ? Hey guys, welcome back to Nipun Fitness Daily Vlogs. അതെ, അത് മാറി വണ്ടിയിട്ടുണ്ട്. എന്നെങ്കിലും എനിക്ക് നേരത്തെ വരാൻ പറ്റും. ഞാൻ ഓൺ ടൈം ആണ്. അരമണിക്കൂർ താമസിച്ചുള്ളൂ. ടൈം ആയതുകൊണ്ടായിരിക്കുമല്ലോ 4 പേര് ഇവിടെ വെയിറ്റ് ചെയ്യണേ. നമ്മളിവിടെ വന്ന ഉദ്ദേശം എന്ന് പറയുമ്പം ഈ GOG അറീനയുടെ ലേ ഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ലേ ഔട്ട് എന്ന് പറയുമ്പം ആ ഫുൾ ടേഫിനകത്ത് എക്യുപ്മെൻറ്റ്സ് അവിടെ വെക്കണം. അതുപോലെ സ്റ്റോൾസ് എത്ര പേര് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്റ്റോളിൻ്റെ സൈസ് എങ്ങനെയാണ്, ഇത് മൊത്തം ഇന്ന് ഡിസ്കസ് ചെയ്യണം. അതിനാണ് ഞാൻ ഇവരെ വിളിച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾ അന്ന് നല്ല കുറച്ച് മുന്നേ കണ്ട നമ്മുടെ ഷൂട്ടിംഗ് മൊത്തം ആൾക്കാരെ പിടിച്ചിട്ടുള്ള സംഭവം, അതൊരു 10 ദിവസം മുന്നത്തെ കാര്യമാണ്. അതെല്ലാം ഞാൻ ഒറ്റ വീഡിയോ ആക്കിയേക്കും. ഇപ്പോൾ
അല്ലാതെ അത് ഇന്നലെ നടന്നോ പിന്നെ നടന്നോ നല്ലൊരു 10 ദിവസം നടന്നതാണ്. സോ ഞാൻ വിചാരിച്ചു ജിയോജിയുടെ കംപ്ലീറ്റ് എന്താ പറയുന്നത് ബിഹൈൻഡ് ദ സീൻസ് ഇവിടെ ഞാൻ അത് ഒരു എന്താ പറയുന്നത് ഒറ്റ വീഡിയോ കമ്പൈൽ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് വൈ ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത്. ഇന്നലെ നമ്മൾ ഹാമ്പർ അയച്ചു ആൻഡ് അത് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എവരി ഇസ് ഹാപ്പി. നിങ്ങളിപ്പോൾ സ്റ്റോറി കണ്ടു കാണും. ഓൾമോസ്റ്റ് എവരി വൺ ഇസ് ഇൻവൈറ്റഡ് ഹിയർ ഈ ഒരു ഇവന്റിന് വേണ്ടി. ആൻഡ് ഷൂട്ടിംഗ് കഴിഞ്ഞു, അത് നിങ്ങൾ കണ്ടു കാണും. അതാണ് ഇപ്പോൾ എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാളും. പിന്നെ ഇനിയും വാട്ട് ഇസ് ലെഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് വേണം. സമ്മിറ്റിൽ എന്ന് നടക്കണം, അതുപോലെ അറീനയിൽ എന്ന് നടക്കണം, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. അതെല്ലാം നടക്കുന്നതാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ. ഞാൻ പറഞ്ഞില്ലേ ഡോണേജ് ഇവിടെ വരും എല്ലാവരും. ഇവിടെ നിന്ന് കുത്തിയിരുത്തി എല്ലാവരെയും പഠിപ്പിക്കും. ഞാൻ എല്ലാവരും ഐഡിയ കേട്ട് വി വിൽ കം അപ്പ് വിത്ത് സംതിങ് വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ഈ നടന്ന എല്ലാം ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ എന്താ പറയുക റിസൾട്ടാണ്. എനിവേ ഇപ്പോൾ നമ്മൾ ഇത് മൊത്തം പ്ലാൻ ചെയ്യാൻ പോവാണ്, ഇത് ലേഔട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇത് നമ്മൾ ആരെങ്കിലും ഒന്ന് മെനക്കെട്ടാൽ മാത്രമേ ഈ ഒരു പരിപാടി ഇവിടെ നടക്കത്തുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഇവിടെ നടക്കണം, അതിലൊരു പാർട്ടാകണം എന്നൊക്കെ. പക്ഷെ തിങ് ഇസ് ഇതുവരെ ആരും നടത്തിയിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ച് കുറേ വർഷങ്ങളായി. അവസാനം മടുത്തു, ഇത് ഒരുത്തനും ചെയ്തിരുന്നത് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഉള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ഉള്ള നോളജ് വെച്ച് ലെറ്റ് മീ ഡു ഇറ്റ്. അങ്ങനെ ഇവരെ ഞാൻ വിളിച്ചു. ഐ ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ. അവർക്കും ഓക്കെ ആയിരുന്നു. ദേ വർ ഓൾസോ ഇൻട്രസ്റ്റഡ് ബിക്കോസ് എൻ്റെ കൂടെയുള്ള എല്ലാവരും ഒരു സെയിം ലൈക്ക് മൈൻഡ് പീപ്പിൾ ആണ്. ദേ ഓൾ വോണ്ട് സെയിം റിസൾട്ട്, സെയിം ഔട്ട്കം. സോ ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ. ഇവരോട് പറഞ്ഞു ഇവരും റെഡിയാണ്, ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഈ സാധനം എല്ലാം നടക്കുന്നത്. ഇത് വിജയിക്കോ ഫ്ലോപ്പ് ആവോ ഒന്നും എനിക്കറിയത്തില്ല. അത് ഫെയ്റ്റ് അനുസരിച്ചിരിക്കും. ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മൾ ശ്രമിക്കും. അതാണ് ഇവിടുത്തെ നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ മോട്ടോ. പിന്നെ എന്താ പറയുന്നത്, കാരണം നോക്കിയതിൻ്റെ കാര്യമൊന്നുമില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം, ആരെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷെ ആരും ചെയ്യത്തുമില്ല. കാരണം കുറച്ച് ഇച്ചിരി ഫോർവേഡ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി നല്ല മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഇന്ത്യയുടെ പുറത്തോട്ട് മൂവ് ചെയ്യും. അല്ല ഓസ്ട്രേലിയ കാനഡയിലൊക്കെ പോയി അവിടെ സെറ്റിൽ ചെയ്ത് അവിടെ ബുദ്ധി ഉപയോഗിക്കും. അങ്ങോട്ടത്തേക്കെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ ആരും ചെയ്യാനും കാണത്തില്ല. അപ്പം ഓർത്ത് തന്നാൽ പിന്നെ ഉള്ള ബുദ്ധിയും കൊണ്ട് ഞാൻ ചെയ്ത് ശ്രമിച്ചു നോക്കാമെന്ന്. അങ്ങനെയാണ് ഇതിപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി ഒന്ന് പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എനിക്ക് ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഇവിടുത്തെ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി മേലോട്ട് പോകത്തുള്ളൂ. അല്ല ഞാൻ ഒറ്റയ്ക്കിരുന്നോ അല്ലെങ്കിൽ ഈ 4-5 പേര് വിചാരിച്ചാൽ വരത്തില്ല. ഐ നീഡ് എവറി സിംഗിൾ വൺ ഓഫ് യു. അതാകുമ്പോൾ നമുക്ക് അവർക്കിതുണ്ട്, അവർക്ക് മറ്റേതുണ്ടായിരുന്നല്ലോ, നമുക്കിതൊന്നും ഇല്ല എന്ന് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ജസ്റ്റ് ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബി ദർ. ഈ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി നമുക്കും പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. ആൻഡ് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ അടിപൊളി കമ്മ്യൂണിറ്റി ഉണ്ട്. പീപ്പിൾ ആർ ലൈക്ക് സോ ഇൻ ടു ഫിറ്റ്നസ്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ആശാൻ ജിമ്മും അതുപോലെ തടിയുള്ളവർ മാത്രം ജിമ്മിൽ പോകാവൂ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അതൊക്കെ മാറ്റിയെടുത്താലേ പറ്റത്തുള്ളൂ. അതിനെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനത്തെ പരിപാടികളെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് ഈ ഒരു കോൺട്രിബ്യൂഷൻ. സോ ഒന്ന് വരണേടെ ഒന്ന് ഈ പരിപാടി കളറാക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ ആയാലും ഇത് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തുടക്കം ഇടുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇയർ നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. വിൽ ബ്രിങ് മോർ പീപ്പിൾ ഇൻ. ഇതൊരു വലിയൊരു പരിപാടി എടുത്ത് മാറ്റാൻ പറ്റും. 1000-1500 ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. ഇപ്പം അവർ മാക്സിമം ലിമിറ്റ് ഇസ് അറൌണ്ട് 350-400. അത് പോകാൻ പറ്റത്തില്ല. അത് ആരും സ്പോൺസർ ചെയ്യുന്നില്ല. ഞാൻ ഒറ്റയ്ക്കിരുന്നാണ് ഇതൊക്കെ മൊത്തം ചെയ്യാൻ നോക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ലിമിറ്റേഷൻ നമുക്കുണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം മുതൽ ഇഫ് ദിസ് ഇസ് സക്സസ്ഫുൾ നമുക്ക് പ്രോപ്പറായിട്ട് വലിയ സ്ഥലങ്ങളെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യടേ. ഇത് ഞാൻ ബാക്കി പോയി ചെയ്യട്ടോ. അമ്മ ബോർഡ് ചാവറേ. നമ്മൾ പറഞ്ഞ പട്ടി രാജപാളയം പോലെ ഇരിക്കും ആണെന്ന് തോന്നുന്നു. അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക ഇത് രാജപാളയം ആണോ അല്ലയോ എന്ന്. പാവമാണ് ആള്. ഒന്നുമില്ല. യൂഷ്വലി എല്ലാ ദിവസവും ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. അതിനെ വന്ന് നിൽക്കും ഇവിടെ. ഒപ്പിച്ച് കൊണ്ട് തരാം കേട്ടോ. ഫോർ നൗ ഇവിടെ നിൽക്കേ. എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം കാണിച്ചു തരാം. അവരൊരു 600-700 പേർക്ക് കഴിക്കാൻ കൊടുത്താൽ സാമ്പിൾ ടെസ്റ്റിംഗ്, കുറേ വേ പ്രോട്ടീൻ, കുറേ പ്രീ വർക്കൗട്ട്, കുറേ എനർജി ഡ്രിങ്ക്. ഈ പ്രോട്ടീൻ അവരങ്ങ് ഏറ്റെടുത്തു മൊത്തം. അതൊക്കെ ചലഞ്ചാണ്. തൊട്ടാലും പ്രശ്നമാണ്. അതല്ല ആ ഹോൾഡ് ഇവിടെ ഒന്നും പറ്റില്ല. എന്ത് ഹോൾഡാ മറ്റേ ഇതില്ലേ മനസ്സിലായി. അതൊന്നും പറ്റത്തില്ല ഇവിടെ. ചോദിക്കാം ചാറ്റ് അന്ന് അജയ്ക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ എനിക്ക് ചെയ്തു തരുമോ? ഞാൻ പറഞ്ഞിട്ടുമാരെല്ലാം മൊണ്ണകളോ അവസാനം മറ്റേ ഒക്കെ ചെയ്തോണ്ടിരിക്കും. അവസാനം ബുദ്ധി ഉപയോഗിക്കാതെ. സെയിം ആളാണ് കഴിഞ്ഞ ദിവസം ChatGPT പ്രീമിയം വാങ്ങിയത് കേട്ടോ. ഇത് എന്തിനു ഹൗ ടു വൈ എഴുതുന്നത് എങ്ങനെയാണ്, W എഴുതുന്നത് എങ്ങനെയാണ്, അതും ChatGPT. ഇവിടെ പിടിച്ചോ. ഇത് പറിച്ചെടുക്കല്ലോ, അത്രേ ഉള്ളൂ.
എന്തുവാണ് ISO റൈറ്റ് റൈറ്റ് ബട്ടൺ റൈറ്റ് ഓ ആ രണ്ട് സർക്കിൾ ചെയ്താൽ മതി. ഓക്കെ ഡു You did push-ups. പുഷപ്സ്. കാല് പൊക്ക്. Crazy. അത് പിടിച്ചോ. ഡോണേജൻ പിടിച്ചിട്ട് Nice. നോടാ Whoa. simple. You made it look pretty simple. How was the experience? മോളിലിരിക്കുന്നത് അല്ല മോളിലിരിക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ്? Yeah, it was good. Like, you know, it's quite new experience for me, but I would rather, like, you know, learn something new since Abraham is pro at being on top. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട്. അവരവരുടെ പണി ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തോടത്? നീ ഇവിടെ നോക്കൂ. പൊട്ടം കളിക്കുന്നു. ഇതെന്താ റോട്ടി വന്നോ? എന്തോ റോട്ടി ചെയ്യുന്നു. അവർ മാത്രമേ ഉള്ളൂ. അവർ മാക്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കണക്ക് കൂട്ടിലൊക്കെ നോക്കി. വെരി ഗുഡ്, അപ്രീഷിയേറ്റ് യു. ഇത് ഇതിന്റെ ഡെപ്ത് ആണ്. വിട്ട് വരുമ്പോൾ അത് തന്നെയല്ലേ വരുള്ളൂ. 3 വരും. പിന്നെ ഉള്ളത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഒരു ക്ലോതിങ് സ്റ്റോർ. പക്ഷേ അത് വലിയ തിരക്കൊന്നും കാണത്തില്ല. ക്ലോതിങ് സ്റ്റോറല്ലേ. പിന്നെ വാട്ട് സ്റ്റോൾ ഡു വി ഹാവ്? പിന്നെ ഒരു ജിമ്മിൻ്റെ സ്റ്റോൾ. അവിടെ ഒന്നും കാണത്തില്ല. സ്റ്റോൾ മാത്രമേ ഉള്ളൂ. ആ മെമ്പർഷിപ്പ് സെല് ചെയ്യാൻ വേണ്ടിയാ. ഇത് ഓക്കെ. 2.5 വേണമെങ്കിൽ ആക്കാം. 2.5 മീറ്റർ വേണമെങ്കിൽ ആക്കാം. 2.5 മീറ്റർ ആക്കിയാൽ നടക്കാൻ സ്ഥലം കിട്ടുമോ? 2 വെച്ചാൽ മതി. അപ്പം കുഴപ്പമില്ലല്ലോ. സോ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ വി കെയിം ഹിയർ ജസ്റ്റ് ലൈക്ക് മെഷർ എന്താ പറയുക സ്റ്റോളിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അതെല്ലാം പ്രോപ്പറായിട്ട് മെഷർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ. അപ്പം അത്യാവശ്യം നമ്പർ ഓഫ് സ്റ്റോൾസ് കൂടും അല്ലേ? ഭയങ്കര ക്രാംഡ് ചിലപ്പോൾ ഇച്ചിരുന്ന് മറ്റൊരു ഗുഹ ഫീൽ കിട്ടും ചിലപ്പോൾ. ഓ അങ്ങനെ പോവോ? ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല. അവിടെ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമുക്ക് എത്ര സ്റ്റോൾ ശരിക്കും ഇടാൻ പറ്റും? 6 സൈസ് പറയാൻ പറ്റുമോ അതിൻ്റെ? സോ ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ അറീനയുടെ ടർഫ്. ഇവിടെ കണ്ടാൽ പ്ലെയിൻ, ദർ ഇസ് നത്തിങ് ഹിയർ. ബട്ട് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ദ ഔട്ട് ഓൺ ദ ഡേ ഓഫ് ദി ഇവൻറ്റ്. ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഇവിടെ ഫുൾ എക്യുപ്മെൻറ്റ്സ്, ലൈറ്റിംഗ്, സൗണ്ട്, സ്റ്റോൾസ്, എവറിത്തിങ് വിൽ ബി ഫിൽഡ്. കുറേ ഐറ്റംസ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വെച്ച് ജഡ്ജ് ചെയ്യല്ലേ, അതിനിപ്പം പറയാനുള്ളത് എനിക്ക്. പിന്നെ റൈറ്റ് നൗ ഐ ഫിനിഷ് ടോക്കിംഗ് ടു എക്യുപ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ആൻഡ് ഐ ഹാവ് സ്ലീറ്റി ഹിയർ വിത്ത് മീ ടു ഹെൽപ്പ് മീ ഔട്ട്. കാണത്തില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വി ആർ റാപ്പിംഗ് എവറിത്തിങ് അപ്പ് ഫ്രം ഹിയർ ആൻഡ് ദെൻ വേറെ ഒരു മീറ്റിംഗ് ഉണ്ട് വിത്ത് പ്രോ കാലറീസ്. അഗെയിൻ അവരും നമ്മുടെ സ്റ്റോൾ ഇട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓൺ ദ ഡേ ഓഫ് ദി ഇവൻറ്റ്. അപ്പോൾ അവിടെ പോവാം. ഐ ആം ഹാവിങ് ദിസ് മീറ്റിംഗ് വിത്ത് ഓണർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ രാവിലത്തെ സമ്മിറ്റ് ലൊക്കേഷനിലോട്ടാണ്. ദാറ്റ് ഇസ് ഇൻ റെക്ക ക്ലബ്, കാക്കനാട്. അവിടെ പോവുക. അവിടുത്തെ കുറച്ച് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക. അവിടുത്തെ മാനേജറോടൊന്ന് മീറ്റ് ചെയ്യുക. എല്ലാം ഫൈനലൈസ് ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് GOG. നിങ്ങൾ ആ പടം കാണുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും ഓൺ May 10th. പക്ഷേ ഈ സാധനം ഇവിടെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇറ്റ്സ് ബീൻ ഒരു മാസത്തെ ഓട്ടോ, 1.5 മാസത്തെ ഓട്ടോ. ബട്ട് യാ, വി ആർ വെരി ഷുവർ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വർത്ത് ഇറ്റ്. ഞാൻ സ്ലീറ്റിക്ക് കൊടുക്കാം എന്ത് സംസാരിക്കണമെന്ന്. So hey guys, welcome to GOG. Hey, I'm Sleety and this is what the empty gym is looking like. I just told that. Let me just say my entry as well, right? Okay. So in 3, 2, 1, welcome to GOG. സോ ഇന്ന് നമ്മുടെ ലഞ്ച് പറയാൻ ഓൾമോസ്റ്റ് 5 മണി ആവാറായി. സോ ദാറ്റ് ഈസ് ഫ്രം പ്രോ കാലറീസ്. സാൽമൺ. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. അപ്പം ഇപ്പം നമ്മൾ വന്നേക്കുന്നത് പ്രോ കാലറീസിൻ്റെ ഓഫീസിലാണ്. സോ ദേ ഹാവ് എ കിച്ചൺ ഹിയർ. കാണത്തില്ല. They have a kitchen on the other side of the wall. And we had to discuss കുറച്ച് possibilities of putting the store at Arena. അത് നോക്കി ആൻഡ് ഇനി കഴിച്ചിട്ട് സോ നമ്മൾ പ്രോ കാലറീസ് കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനോട്ട് പോയി, വിച്ച് ഈസ് റെക്ക ക്ലബ്, കാക്കനാട്. അവിടെയാണ് നമ്മുടെ സബ്മിറ്റ് നടക്കുന്നത്. അവിടെ പോയി കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു വിത്ത് ദ മാനേജർ, ഹൗ ദ ഫ്ലോ ഓഫ് ഇവൻറ്റ് ഷുഡ് ബി ഹാപ്പനിങ്. പിന്നെ കുറച്ച് ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു. അതെല്ലാം ഡിസ്കസ് ചെയ്ത് ഒരു ഉറപ്പ് വരുത്തിട്ട് വി കെയിം ടു ദ സ്റ്റുഡിയോ. കുറച്ച് പണിയുണ്ടായിരുന്നു, അതും കുറച്ച് നേരം ചെയ്തു. ഓൾമോസ്റ്റ് ഗോട്ട് ഓവർ വിത്ത് ദാറ്റ്. ഇനിയും അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ബിഫോർ ദിസ് ഡേ എൻഡ്സ് അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. സോ ഒരു ക്വിക്ക്
മിക്കവാറും ഫുൾ ബോഡി ആയിരിക്കും. ഈ സാധനത്തിന് പുറകെ നടക്കുന്നുണ്ട്. വർക്കൗട്ട് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നത് ആഴ്ചയിൽ ചിലപ്പോൾ 2, 3, 4 ദിവസമായിരിക്കും. നത്തിങ് മോർ ദാൻ 4. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത് കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ടേ ഇല്ല ഞാൻ. സോ മിക്കവാറും ഫുൾ ബോഡി ചെയ്ത് ആഴ്ച തീർക്കും. അപ്പം ഇന്നായാലും ഒരു ചെറിയൊരു ഫുൾ ബോഡി സെഷൻ അടിച്ച്, ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ മെയിൻലി അപ്പർ ബോഡി ആയിരിക്കും, കുറച്ച് ലെഗ്സ് അടിച്ച് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യും. സോ എനിവേ ദിസ് ഇസ് വാട്ട് വാസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് GOG. ഫസ്റ്റ് ഷൂട്ട് ഹാമ്പർ അയക്കുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് discussions happening here, and again the next step in coming here, repeating the same thing, going to different locations. So this was happening. നിങ്ങൾ ഇപ്പോൾ GOG എന്ന് പറയുന്ന ഇവന്റ് കാണാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ അറിയേണ്ടത് there was a lot of work going on behind. ഞാൻ മാത്രമല്ല, നമ്മുടെ ടെക്നിക്കൽ ഹെഡ് ഉണ്ട്, നോട്ട് ജസ്റ്റ് ഹിം, ടെക്നിക്കൽ ഹെഡ് ഉണ്ട്, പിന്നെ 2-3 വേറെ ആൾക്കാർ വേറെ അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവരുടെ എല്ലാം കളക്റ്റീവ് എഫേർട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് on May 10th. അപ്പോൾ എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി എ പാർട്ട് ഓഫ് ദിസ് ബിഗസ്റ്റ് ഫിറ്റ്നസ് ഫെസ്റ്റിവൽ ആൻഡ് എൻജോയ് ദ വൈബ്. സോ എന്തായാലും ഈ വീഡിയോ എൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൺ May 6th. ഇന്ന് 5th ആണ്. അപ്പോൾ 6th നിങ്ങൾ കാണാൻ പോകുന്നത് ഹോപ്പ്ഫുള്ളി. അപ്പോൾ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ യു നോ വാട്ട് ടു ഡു. ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, ബെല്ലൈക്കൺ ഞെക്കുക, ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. അത്രേ ഉള്ളൂ. Until I see you in the next video, stay focused and stand out.